വ്രതശുദ്ധിയുടെ നാളുകൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെയാണ് പെരുന്നാൾ എന്നാണ് നമ്മൾ കരുതുന്നത്. നമുക്ക് പോകാം പെരുന്നാൾ വിശേഷങ്ങളിലേക്ക്. ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ ഒരുങ്ങി സംസ്ഥാനം. ഇന്ന് മാസപ്പിറവി കണ്ടാൽ നാളെയാണ് ചെറിയ പെരുന്നാൾ. റംസാൻ ഒരുക്കങ്ങൾക്കായി വിപണിയും സജീവമാണ്. അഞ്ജലി ശ്രീതാരാജും സാനിയോ മനോമിയും നമുക്കൊപ്പം ചേരുന്നു തത്സമയം. ആദ്യം നമുക്ക് ബ്രോഡ്വേയിലേക്ക് പോകാം. അഞ്ജലി, ഗുഡ് ഈവനിംഗ്. പെരുന്നാളിനായിട്ടുള്ള ഒരുക്കങ്ങൾ പെരുന്നാൾ തലേന്നായിരിക്കും ഇന്നെന്നാണ് ഇതുവരെയുള്ള വിവരങ്ങൾ അനുസരിച്ച് നമ്മൾ അനുമാനിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് വിപണിയൊക്കെ സജീവമായി കഴിഞ്ഞോ? അത് തീർച്ചയായും സുജയ, കൊച്ചി ബ്രോഡ്വേയിലാണുള്ളത്. ബ്രോഡ്വേയുടെ ഒരു പ്രത്യേകത നോക്കുവാണെങ്കിൽ ആഘോഷം ഏതുമാകട്ടെ, ഒരു സാധാരണക്കാരന് വന്ന് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഈ ആഘോഷ സമയങ്ങളിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു മാർക്കറ്റാണ്. ഇപ്പം നമ്മൾ ബ്രോഡ്വേയിലേക്ക് വരുവാണെങ്കിൽ പ്രധാനമായും ഇന്നൊരു ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കുണ്ട്. നമ്മൾ വന്ന സമയത്ത് ഇങ്ങോട്ടേക്ക് അടുക്കാൻ പറ്റാത്തത്ര തിരക്കുണ്ടായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ കൂടുതൽ ആളുകൾ വീണ്ടും ഈ മാർക്കറ്റിന്റെ ഉള്ളിലേക്ക് എത്തുന്നുണ്ട്. എത്രയോ കിലോമീറ്ററുകളോളം വ്യാപിച്ച് കിടക്കുന്ന മാർക്കറ്റാണ് ബ്രോഡ്വേ. ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇതര സംസ്ഥാന തൊഴിലാളികളടക്കം ഇവിടെ വന്നിട്ടാണ് കൂടുതലും സാധനങ്ങൾ വാങ്ങുന്നത്. ഈ പെരുന്നാളുമായി ബന്ധപ്പെട്ട പുതിയ കളക്ഷൻസ് ഒക്കെ ഈ കടകളിലേക്ക് നമുക്ക് കാണാം. പിന്നെ കൂടുതലും ഈ വഴിയോരങ്ങൾ, അതായത് ഈ കടകൾ മാത്രമല്ലാതെ ഫുട്പാത്തിലൊക്കെ നിരവധി കച്ചവടക്കാരുണ്ട്. അതുമായി ബന്ധപ്പെട്ട് തന്നെ ഈ കച്ചവടക്കാരെ, അതായത് കടകളിലുള്ള കച്ചവടക്കാരെക്കാട്ടും കൂടുതൽ വ്യാപാരം ഈ ഫുട്പാത്തിൽ കച്ചവടം നടത്തുന്നവർക്കാണെന്നൊരു പരാതി കൂടി ഈ കടക്കാർ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ ഈ ബ്രോഡ്വേയിലേക്ക് നോക്കുവാണെങ്കിൽ എല്ലാ ആഘോഷങ്ങൾക്കും ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടുന്ന് കിട്ടും. അതും തുച്ഛമായ വിലയിലാണ് കിട്ടും. ഇപ്പം നമ്മൾ ഈ കടകളിലേക്കൊക്കെ നോക്കുവാണെങ്കിൽ കടകളിലേക്ക് ഉള്ളിലേക്കൊക്കെ പോകുന്ന ആളുകളുടെ എണ്ണം കുറവാണ്. കൂടുതൽ ആളുകളും ഈ ഫുട്പാത്തിൽ നിന്ന് ഈ തിരഞ്ഞെടുത്തുകൊണ്ട് വാങ്ങുന്ന ഒരു രീതിയാണുള്ളത്. ഇപ്പോൾ എങ്ങനെയുണ്ട് കച്ചവടമൊക്കെ? കച്ചവടം കുറവാണ് അല്ലേ ഇത്തവണ? കടകളിൽ കച്ചവടം കുറവാണ്. കടകളിൽ എനിക്ക് പെർഫ്യൂം ഷോപ്പാണ്. പുതിയ കളക്ഷനൊക്കെ വന്നിട്ടുണ്ടോ പെരുന്നാളുമായി? കുഴപ്പമില്ല, അത്യാവശ്യം നല്ല കളക്ഷനൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഫാഷൻ ഉണ്ടോ പെരുന്നാളിനായിട്ട് നിങ്ങൾ ഇറക്കിയ? അങ്ങനെ ആണുങ്ങൾക്ക് പ്രത്യേകിച്ച് ഫാഷൻ ഒന്നും ഇല്ലല്ലോ. നോർമലി ജീൻസ്, പാന്റ്, കാർഗോസ് അത്രേ ഉള്ളൂ. കച്ചവടം എങ്ങനെ പോകുന്നു? ഇപ്പൊ പരാതികളൊക്കെ പറഞ്ഞു, അതായത് ഫുട്പാത്തിൽ കച്ചവടം കൂടുന്നോണ്ട് കടയുടെ ഉള്ളിലേക്ക് ആളുകൾ കയറുന്ന കുറവാണ്. എല്ലാവർക്കും ജീവിക്കണ്ടേ? എല്ലാവർക്കും ജീവിക്കണ്ടേ, അതാണ് പോയിന്റ്. അഞ്ജലി, നമുക്ക് നല്ല അതേ സ്ഥലത്തേക്ക് കൂടി ഒന്ന് പോകാം. സാനിയോ മനോമി, അഞ്ജലി നിൽക്കുന്നിടത്ത് എല്ലാവർക്കും ജീവിക്കേണ്ടതെന്നാണ് ഒരു കടക്കാരൻ ചോദിച്ചത്. കോഴിക്കോട് മിഠായി തെരുവിൽ എത്രത്തോളം ഉണ്ട് പെരുന്നാൾ ആവേശം? കളറായോ? സുജയ, ഇവിടെ കളറായി. അതായത് മലബാറിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ മൊത്തത്തിലും പെരുന്നാളിന് പെരുന്നാൾ കോടി എടുക്കാനാണ് ആളുകൾ തിരക്ക് കൂട്ടുന്നുണ്ടാവുക. പെരുന്നാൾ കോടി എടുക്കാൻ വേണ്ടിയുള്ള ആളുകളുടെ ഒരു തിരക്ക് ഇവിടെ നമുക്ക് കാണാം. അതായത് ഈ SM സ്ട്രീറ്റിൽ പൊതുവെ ഈ വസ്ത്രങ്ങളും അതുപോലെ ചെരുപ്പ് തുടങ്ങിയ കാര്യങ്ങളും അങ്ങനെയൊക്കെയാണ് ഉള്ളത്. അതുകൊണ്ട് ഈ ഭക്ഷണത്തിന് വേണ്ട സാധനങ്ങൾ അല്ലാത്തത് കൊണ്ട് തന്നെ ഈ പെരുന്നാളിന് വേണ്ട പുതു വസ്ത്രങ്ങളും ചെരുപ്പുകളും ഒക്കെയാണുള്ളത്. ഇവിടെ നിരവധി ആളുകൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും വലിയ ഓഫറുകളൊക്കെ കൊടുത്തുകൊണ്ടാണ് ആളുകളുടെ അടുത്തേക്ക് വരുന്നത് എന്നുള്ളതാണ്. നല്ല കച്ചവടം ഉണ്ടോ? കച്ചവടം എങ്ങനെയുണ്ട്? അടിപൊളി, പൊളിയാണ്. ഈ പെരുന്നാളായതുകൊണ്ട് അടിപൊളി, നല്ല അടിപൊളിയാണ്. പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ടോ? ചെറുതായിട്ട് ആളുകൾ എങ്ങോട്ട് അധികം തുടങ്ങി. കേറിയ ആളുകൾ. അപ്പൊ ഇവിടെ നിരവധി ആളുകളുണ്ട്. പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ ചേട്ടാ? പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? അല്ലേ ചേച്ചി, പെരുന്നാളിന് ഡ്രസ്സ് എടുക്കാൻ വന്നതാണോ? പെരുന്നാൾ എങ്ങനെയുണ്ട്? എന്റെ സാരിയോ ഷൂറാക്കിന്റെ അടുത്ത് പോയി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി ചോദിച്ചാ പിന്നെ ചേച്ചി എന്ത് പറയും? അത് ശരിയാണ്, പക്ഷെ ഒരു ഡ്രസ്സും കൂടി എടുക്കാൻ വന്നതാണെന്ന് പിന്നെ പറഞ്ഞു. ഏതായാലും ഇവിടെയൊക്കെ നല്ല ഓഫർ ഉണ്ടെന്ന് പറയുന്നു. ഇവിടെ നല്ല ഓഫറാണോ? നല്ല ഓഫർ, നല്ല ഓഫർ കൊടുക്കുന്നത്. നമ്മള് എല്ലാ പെരുന്നാളിനും എല്ലാ കൊല്ലം അങ്ങനെ ഓഫർ കൊടുക്കില്ലേ? നല്ല ഓഫറിലാണ് കൊടുക്കുന്നത്. അവിടെ ചെരുപ്പും കാര്യങ്ങളും വില കുറവാണോ? നല്ല വില കുറവൊക്കെ നല്ല കളക്ഷൻസും കാര്യങ്ങളും ഷോപ്പാണ്. പുതിയ കളക്ഷൻസ് ഒക്കെ പുതിയ കളക്ഷൻസ് പെരുന്നാൾ കുറെ മോഡലൊക്കെ എത്തിക്കുന്നു. നല്ല കളക്ഷൻസും അതുപോലെ ഓഫറും വിലക്കുറവും ഒക്കെ കൊടുക്കുന്ന കടകളാണ് ഇവിടെയൊക്കെ ഉള്ളതെന്നാണ് പറയുന്നത്. പുതിയ മോഡൽ, ഇത് പുതിയ മോഡലാണോ? പുതിയ മോഡലാണ്. ഇതിന്റെ പേരെന്താ? ഷോപ്പാന്ന് മനസ്സിലായി. ഇതിന്റെ പേരുണ്ടോ? വെസ്റ്റേൺ ടോപ്പാണ്. ടോപ്പ് നല്ല ആവശ്യക്കാരുണ്ടോ? ആവശ്യക്കാരുണ്ട്. ഇതിനാണ് ഫുൾ ആവശ്യക്കാർ. പെരുന്നാൾ ടൈം അല്ലേ, കുറെ മൂവിങ്ങുള്ള ടൈപ്പാണ് ഇത് ക്ലോത്തിൽ. വെസ്റ്റേൺ ആണ് ഇപ്പൊ വേണ്ടത്. തായ്ലാൻഡ്, കൊറിയന്, തായ്ലൻഡ് സ്റ്റൈലാണ് പുതിയ കളിക്കുന്നത്. അധികം ആൾക്കാരും ഇങ്ങനത്തെ ഡെസി ലുക്കാണ്
ഗേൾസും ഇങ്ങനെ നോക്കണേ. അപ്പോൾ പെൺകുട്ടികളൊക്കെ നോക്കുന്നത് തായ്ലൻഡ് സാനിയ കളർഫുൾ ആയിട്ടുള്ള ഒരു തായ് ലുക്കിലൊക്കെ നാളെ പെരുന്നാൾ ദിനത്തിൽ വൈകുന്നേരം ലൈവിന് എത്തണം കേട്ടോ. അവിടെ നിന്ന് ഒരു ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ട് പോയാൽ മതി സാനിയോ. ഇത്തവണ പെരുന്നാളിന് നമുക്ക് തായ്ലൻഡ് പിടിക്കാം. ഉറപ്പായി സുജയ. നാളെയാണെങ്കിൽ നമ്മുടെ അതെ തായ്ലൻഡ് പിടിക്കാമെന്നാണ് ഞാനും കരുതുന്നത്. നല്ല ആഘോഷങ്ങൾ ഇങ്ങനെ നടക്കട്ടെ. ഏതായാലും നമുക്കും നാളെ പെരുന്നാൾ ആഘോഷിക്കേണ്ടതുണ്ട്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റുകളൊക്കെ പെരുന്നാൾ ആഘോഷിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഇതാണ് ആഘോഷം. വീഡിയോ ജേർണലിസ്റ്റുകളുടെ മാത്രമല്ല, നമ്മൾ എല്ലാവരും ചേർന്ന് നാളെ പെരുന്നാൾ കളറാക്കും. നാളെ വൈകുന്നേരം നമ്മൾ ഒരു പെരുന്നാൾ ഒരു പെരുന്നാളിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു വൈബിലേക്കായിരിക്കും നമ്മൾ പോവുക. അപ്പോൾ സാനിയോ, വീണ്ടും കാണാം നമുക്ക് നാളെ. സാനിയോ മനോമിയാണ് മിഠായി തെരുവിൽ നിന്ന് നമുക്കൊപ്പം ചേർന്നത്. ഇടയ്ക്ക് ഒന്ന് നൈസായിട്ട് പണി പാളി. കാരണം ഷൂറാക്കിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും അവർ പെട്ടെന്ന് ഡ്രസ്സ് വാങ്ങിക്കാനാണ്, പക്ഷേ ഞങ്ങൾ ആദ്യം ഷൂ വാങ്ങിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഷൂ, അതുപോലെ തന്നെ പുതിയ വസ്ത്രങ്ങൾ എല്ലാം വാങ്ങി ആഘോഷമാക്കുകയാണ്, കളറാക്കുകയാണ് എല്ലാവരും പെരുന്നാൾ.